സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ സ്റ്റോറിൻ്റെ വീഡിയോ ആണ്. ഹോങ്കോങ്ങിലെ സിംസാസോയിലുള്ളൊരു ആപ്പിൾ സ്റ്റോർ. ലോഗോ എല്ലാം അടിപൊളിയായിട്ടില്ലേ? ഞാൻ റോഡിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്നാണ് ഫസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. ഇവിടെ 16 Pro Maxും 16 Proയും അടുത്തടുത്താണ് വെച്ചത്. അപ്പോൾ രണ്ടും റേറ്റും കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് സെയിൽസ്മാൻ്റെ സഹായം ഒന്നും ആവശ്യമില്ല. ചെന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇംഗ്ലീഷിലോട്ട് മാറ്റി നമുക്ക് തന്നെ റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ പ്രോ മാക്സിൽ വരുന്നത് 256, 512, പിന്നെ 1 TB. 256 വരുന്നത് 10,199. അതായത് ഹോങ്കോങ് ഡോളർ, ഒരു ഹോങ്കോങ് ഡോളർ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ 11 രൂപ. അപ്പോൾ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്താൽ അറിയാൻ പറ്റും നാട്ടിലാണോ ലാഭം അതല്ല ഹോങ്കോങ്ങിൽ നിന്ന് വാങ്ങുന്നതാണോ ലാഭം എന്നുള്ളത്. പിന്നെ പ്രോയിലോട്ട് വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പ്രോയിൽ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിട്ട് ഇംഗ്ലീഷിലോട്ട് മാറ്റി. പ്രോയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ 128 ഉണ്ട്, 256 ഉണ്ട്, 512, 1 TB. അതിൽ 128 റേറ്റ് വരുന്നത് 8,599. 128 റേറ്റ് വരുന്നത് 8,599. പ്രോ മാക്സും പ്രോയിൽ മാത്രമാണ് 128 കാണിക്കുന്നത്. പിന്നെ 512 വരുന്നത് 11,99. 1 TBക്ക് വരുന്നത് 12,799. പ്രോ മാക്സിൽ വരുന്നത് 13,599. അപ്പോൾ നിങ്ങൾക്ക് എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പ്രോയും പ്രോ മാക്സും ഐഫോൺ പ്രേമികളാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങണമാണോ അതല്ല ഇവിടെ നിന്ന് വാങ്ങണമാണോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ കളർഫുള്ളായിട്ടുള്ള പൗച്ചുകളുണ്ട്. അതുപോലെ തന്നെ ആ പച്ച ടീഷർട്ട് ഇട്ട സ്റ്റാഫിനാണ് ഒരുപാട് കാണാനുള്ളത്. കസ്റ്റമറെക്കാട്ടിയും കൂടുതൽ സ്റ്റാഫാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. വീഡിയോ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ്സ് നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ.